ഹലോ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാനാണ് ഈ വീഡിയോ ആയിട്ട് വന്നത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ അവസാനം വരെയും കേൾക്കാം. ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സ്കിപ്പ് ചെയ്ത് പോവാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. ഇന്ന് നമ്മൾ എവിടെ നോക്കിയാലും ശംഭു, സിഗരറ്റ്, പാക്ക്, ചൈനി കൈനി, പാൻ പരാഗ്, അതോടൊപ്പം തന്നെ നിജാമ്പാക്ക്, മുറുക്കായൻ, പിന്നെ ചാരായം, പലതരത്തിലുള്ള ചാരായങ്ങൾ, പിന്നെ ബിയർ, പിന്നെ പല ടൈപ്പിലുള്ള ലഹരി ഗുളികകൾ, സ്റ്റാമ്പ്, ഇങ്ങനെ മനുഷ്യൻ ലഹരി കിട്ടാൻ വേണ്ടി എന്തൊക്കെ സാധനങ്ങൾ ഉപയോഗിക്കാൻ പറ്റുമോ അതെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. ഈ ഒരു കാര്യം പറയുമ്പം എന്നെക്കുറിച്ച് എനിക്ക് അഭിമാനമാണ്. സത്യസന്ധമായിട്ട് നിങ്ങളോട് പറയുന്നു, ഇന്ന് വരെയായിട്ടും ഞാനൊരു സിഗരറ്റ് പോലും വലിച്ചു നോക്കിയിട്ടില്ല, ഒരു പാക്ക് ചവച്ചിട്ടില്ല, ഒരു മുറുക്കാൻ ചവച്ചിട്ടില്ല, ചാരായം കുടിച്ചിട്ടില്ല. പല അവസരങ്ങളും വന്നിട്ടുണ്ട്. ഒരിക്കൽ പോലും ഞാൻ അങ്ങനെ ഒരു റൂട്ടിലോട്ട് തിരിഞ്ഞു പോയിട്ടില്ല. കാര്യം പല കാര്യങ്ങളിലും ഞാൻ വളരെയധികം എന്നെ തന്നെ സ്വന്തമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു കൂട്ടത്തിലാണ്. ഞാൻ പല സമയത്തും ഞാൻ ഉറച്ച തീരുമാനം എടുക്കുന്നത് ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഞാൻ ഒരിക്കലും ഉപയോഗിക്കില്ല എന്നാണ്. എൻ്റെ കണ്ണ് വയ്യാട്ടാ, കണ്ണ് ഇവിടെ ഒരു പൊടി വീഴുന്നു, കണ്ണ് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണ് കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരുന്നത്. ഇന്നലെ എന്തോ കണ്ണിലെന്തോ പോയി, അത് ഇങ്ങനെ കണ്ണ് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരു സമയത്തും ഈ സാധനങ്ങൾ ഉപയോഗിക്കില്ല എന്നിങ്ങനെ ഉറപ്പിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിലെനിക്ക് അഭിമാനമാണ്. എൻ്റെ ജീവിതത്തിൽ ഇന്നുവരെയായിട്ടും സത്യസന്ധമായിട്ട് പറയുകയാണ്, ആർക്ക് വേണമെങ്കിലും നേരിട്ട് ഒന്ന് പരിശോധിക്കാം, ഇന്നുവരെയായിട്ടും ഞാൻ ഒരു ലഹരി വസ്തുക്കളൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഉപയോഗിക്കുന്നവരെ ഞാൻ തിരുത്തിയിട്ടേ ഉള്ളൂ. അതിലെനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ലഹരി ഉപയോഗിക്കുന്നവരുമായിട്ടൊക്കെ ഞാൻ കൊമ്പ് കോർക്കേണ്ട ഒരു സാഹചര്യമൊക്കെ വന്നിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ കയറേണ്ട സാഹചര്യം വന്നിട്ടുണ്ട്. അതിലൊന്നും എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. ഒന്നുകൂടെ പറഞ്ഞതിൻ്റെ മാത്രം. എന്നും പറഞ്ഞ് എനിക്കൊരു അസുഖമില്ല എന്നൊന്നുമില്ല. എനിക്ക് മനുഷ്യ സഹജമായ ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ എനിക്കുമുണ്ട്. അതൊക്കെ സ്വാഭാവികം. പക്ഷെ ലഹരി ഉപയോഗിച്ച് എനിക്കൊരു അസുഖമില്ല. ലഹരി ഞാൻ ഉപയോഗിക്കാറില്ല. എൻ്റെ ശരീരത്തിന് ലഹരി ഉപയോഗിക്കണമെന്നുള്ള സാഹചര്യം ഇതുവരെയായിട്ടും വന്നിട്ടില്ല. ഞാൻ ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ ഉപദേശിക്കാൻ പോകാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഉപദേശിക്കാറൊന്നുമില്ല. കാര്യം അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. ആരും പറയുന്നത് കേൾക്കുന്ന കൂട്ടത്തിലൊന്നുമല്ല. ഞാൻ നല്ല ഭക്ഷണം വാങ്ങിച്ച് കഴിക്കും, നല്ല വെള്ളം വാങ്ങിച്ച് കുടിക്കും, പിന്നെ അതോടൊപ്പം തന്നെ കാശ് സേവ് ചെയ്ത് വയ്ക്കും. ഒരു മാസം സിഗരറ്റ് വലിക്കുന്ന ഒരാൾ എത്ര രൂപയുടെ സിഗരറ്റ് വലിക്കുന്നു, എത്ര രൂപയുടെ ചാരായം കുടിക്കുന്നു, എത്ര രൂപയുടെ ലഹരി ഉപയോഗിക്കുന്നു എന്നൊക്കെ ചില സമയത്തൊക്കെ ഞാൻ ചുമ്മാ ഇരുന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കും. ആ പൈസ കൊണ്ട് ഭക്ഷണം വാങ്ങിച്ച് കഴിച്ച് കഴിഞ്ഞാൽ തന്നെ എന്തെല്ലാം ഉപയോഗമാണെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. പല ടൈപ്പിലും വിറ്റാമിനും എനർജിയൊക്കെ കിട്ടുന്ന പല ടൈപ്പിലുള്ള ഭക്ഷണങ്ങൾ സമൂഹത്തിൽ ഉണ്ട്. കടയിൽ നിന്നുള്ളത് മായം ചേർന്ന ഭക്ഷണമാണെങ്കിൽ പാചകം ചെയ്ത് കഴിക്കാം. ലഹരി ഉപയോഗിക്കുന്നവർ നല്ല ഭക്ഷണം വാങ്ങിച്ച് കഴിച്ച് നല്ല ആരോഗ്യമുള്ള വസ്തുക്കൾ വാങ്ങിച്ച് ശരീരത്തിന് കൊടുത്തു കഴിഞ്ഞാൽ ശരീരം നന്നായിട്ടിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാനൊരു സൗണ്ട് ഓപ്പറേറ്ററാണ് കേട്ടോ. സൗണ്ട് ഓപ്പറേറ്റിങ്ങിന് പോകുന്ന സമയത്ത് പല സമയത്തും ഇഷ്ടം പോലെ ബ്രാൻഡിങ് ആയിട്ടുള്ള മദ്യം, അതോടൊപ്പം തന്നെ സിഗരറ്റ്, പിന്നെ ലഹരി വസ്തുക്കളൊക്കെ കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ ചില സമയത്തൊക്കെ കൊണ്ടത് ഉപയോഗിക്കാറുണ്ട്. ഈ ശംഭു കൊണ്ടുവരുന്നവരുണ്ട്, കുപ്പി കൊണ്ടുവരുന്നവരുണ്ട്, സിഗരറ്റ് കൊണ്ടുവരുന്നവരുണ്ട്. ഇതെല്ലാം പല സമയത്തും ഉപയോഗിക്കേണ്ട സാഹചര്യത്തിൽ ഞാൻ ഒഴിഞ്ഞു മാറിപ്പോയിട്ടുള്ളൂ. കാര്യം ഞാൻ നല്ല തണുത്ത അന്തരീക്ഷത്തിലൊക്കെ വർക്ക് ഉള്ള സ്ഥലങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കാര്യം പല സ്ഥലങ്ങളിലും മഴ സമയത്തൊക്കെ നല്ല തണുത്ത് വിറച്ച് നിന്ന് സൗണ്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോഴങ്ങനെ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈ ആരായാലും കുറച്ചൊക്കെ ചിലപ്പോൾ മദ്യമൊക്കെ കഴിക്കാനുള്ള ശ്രമമൊക്കെ നടത്തും. പക്ഷേ വളരെയധികം പ്രൊട്ടക്റ്റ് ചെയ്താണ് ഞാൻ എൻ്റെ ശരീരം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നല്ല ഭക്ഷണം വാങ്ങിച്ച് കഴിക്കും, അല്ലാതെ ഞാൻ ഇന്ന് വരെയായിട്ടും ഒരു ലഹരി ഉപയോഗിച്ചിട്ടില്ലെന്ന് വളരെ അന്തസ്സോടെയും അഭിമാനത്തോടെയും എനിക്ക് പറയാൻ പറ്റും. ഇനി അങ്ങോട്ട് ഉപയോഗിക്കത്തുമില്ല. സിഗരറ്റ് എന്ന് പറയുന്ന സാധനം എനിക്ക്
വളരെയധികം പ്രശ്നങ്ങളുണ്ടാക്കി തന്നിട്ടുള്ള സാധനങ്ങളാണ്. കാര്യം പല സിഗരറ്റ് വലിക്കുന്ന ആൾക്കാരുമായിട്ട് എനിക്ക് ഉടക്കേണ്ടി വന്നിട്ടുണ്ട്. ചില ആൾക്കാർ എവിടെയെങ്കിലുമൊക്കെ വന്ന് നിന്നിട്ട് പബ്ലിക്കായിട്ട് നിന്ന് അവരെ മാനസിക സുഖം മാത്രം നോക്കി സിഗരറ്റ് എത്തിച്ച് വലിക്കുന്ന ആൾക്കാരാണ്. അവരുടെ ഞാൻ ഉടക്കിയിട്ടുണ്ട്. മുറുക്കാൻ ചവച്ച് തുപ്പി എന്നുള്ള രീതിയിൽ ഒരാളുടെ അടുത്ത് ഞാൻ ചോദ്യം ചെയ്തപ്പം അയാളെ കൂടെയുള്ള ഗുണ്ട എന്നെ ആക്രമിക്കാൻ വന്നിട്ടുണ്ട്. അതെല്ലാം ഞാൻ തരണം ചെയ്തിട്ടുണ്ട്. പിന്നെ മദ്യപിച്ച് ബഹളം ഉണ്ടാക്കുന്നവരുടെ ഞാൻ ചോദ്യം ചെയ്തത് സംബന്ധിച്ച് എൻ്റെ നേരെ ആക്രമണശ്രമമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ പുറകെ പോകാറില്ല. കാര്യം പോയിട്ടും കാര്യമില്ലെന്ന് മനസ്സിലായി. ഞാൻ എൻ്റെ കാര്യം നോക്കി പോകുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ ലഹരി എന്ന് പറയുന്ന സാധനം ഭയങ്കര വിപത്താണ് എന്ന് സ്വയം ബോധ്യമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഇങ്ങനെ എല്ലാവരും സ്വയം തീരുമാനിച്ച ഇത് മാക്സിമം ഒഴിവാകും. അല്ലാതെ ആർക്കും ആരെയും നന്നാക്കാനൊന്നും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഒരു പ്രതിജ്ഞ പോലെയാണ് അത് കൊണ്ട് നടക്കുന്നത്. ഇനി മരിക്കുന്നവരെ അത് പാലിക്കും. സിഗരറ്റ്, ശംഭു, പാക്ക്, മുറുക്ക ഇങ്ങനെയൊക്കെ പല സാധനങ്ങളും സമൂഹത്തിൽ നിരോധിക്കേണ്ടതാണ്. സിഗരറ്റ് വരെ നിരോധിത ഇതിൽ വരേണ്ടതാണ്. കാര്യം സിഗരറ്റും ഒരു ലഹരിയാണ്, മുറുക്കാൻ ഒരു ലഹരിയാണ്, ഈ നിജാം പാക്ക് അതൊരു ലഹരിയാണ്. ഇതെല്ലാം ലഹരിയാണ്. ഇതിനെയൊക്കെ മൊത്തത്തിൽ നിരോധിക്കണം. ഇതൊന്നും കഴിക്കാതെ മരിച്ചു പോകണവരങ്ങ് മരിച്ചു പോട്ടെന്ന് വിചാരിക്കണം. അതാണ് യഥാർത്ഥം പറഞ്ഞ് ചെയ്യേണ്ടത്. അല്ലാതെ ഇതിനകത്തൊന്നും വേറെ ഒരു കോംപ്രമൈസും ഇല്ല. അതാണ് യഥാർത്ഥത്തിൽ സത്യം. അപ്പോൾ എന്നെപ്പോലെ നിങ്ങളെല്ലാവരും ഒരു തീരുമാനം എടുക്കണം. ലഹരി ഉപയോഗിക്കില്ല എന്നുള്ളൊരു തീരുമാനം എടുക്കണം. എന്നാൽ മാക്സിമം ഈ ലഹരി ഉപയോഗം തടയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വയ്യ കേട്ടോ, കണ്ണിലൊരു പൊടി വീഴുന്നു. ഈ സൈഡിലാണ് എന്തോ വീഴുന്നത്. പക്ഷേ അത് ഈ കണ്ണിനെയും ബാധിച്ച് ഇപ്പോഴും കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കണ്ണിങ്ങനെ തിരുമ്മി രണ്ട് സൈഡും അനക്കാൻ വയ്യാത്തൊരവസ്ഥയാണ്. അപ്പോൾ ശരി, ടാറ്റാ, ബൈ ബൈ.